ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ പണിത് എൻ്റെ തന്നെ ചെറിയൊരു സമ്പാദ്യത്തിൽ ഞാൻ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സമ്പാദ്യത്തിൽ ഉണ്ടാക്കുന്നത് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട് വലുതോ ചെറുതോ അങ്ങനെയല്ല. ചെറിയ വീടായാലും വലിയ വീടായാലും നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ഉറങ്ങുന്ന സമയം കുറച്ച് മനസ്സമാധാനത്തോടെയും അതുപോലെ തന്നെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതിരുന്നാലും അതും നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫാർമസിയിലാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9:30 മുതൽ രാത്രി 11:30 വരെയാണ്. പിന്നെ ഈ 11:30ക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണി ഒക്കെ അടുപ്പിച്ചാവും കേട്ടോ. പിന്നെ ഉറങ്ങാനൊക്കെ കുറച്ച് ലേറ്റാവും. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എനിക്ക് നേരത്തെ എണീക്കാൻ വേണം കേട്ടോ. കാരണം കുട്ടികൾ രണ്ടുപേരാണ്. അപ്പോൾ അവർക്ക് രാവിലെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരെ സ്കൂളിലാക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാനൊക്കെ വളരെ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻസുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ ഇപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അതും നെഗറ്റീവ് കമൻറ്റുകളാണെങ്കിലും പറയാട്ടെ. കാരണം നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിമർശനങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. വിമർശനങ്ങളെ നമ്മൾ നന്നായിട്ട് തന്നെ സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.